നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, പുത്തുമല ദുരന്തം, മുണ്ടക്കൈ ദുരന്തം, ആ സമയത്തൊക്കെ നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങൾ നിർവഹിച്ചൊരു പങ്ക് വളരെ വലുതായിരുന്നു. ഒരു കാലത്തും നന്ദി പറഞ്ഞാൽ തീരാത്ത അത്ര സേവനമാണ് അവരനുഷ്ഠിച്ചത്. അന്ന് ആ സേവനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ രക്ഷാപ്രവർത്തനത്തിനെല്ലാം നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരൊരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. മാനന്തവാടി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറാണ് ഐ ജോസഫാണ് എന്നോട് കൂടെ ഉള്ളത്. നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 1/4 നൂറ്റാണ്ട് കാലത്തെ സേവനം ഫയർ ആൻഡ് റെസ്ക്യൂവിലുണ്ടായിരുന്നു. ആ കാലത്തിനിടയ്ക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് പുത്തുമലയും മുണ്ടക്കൈ ചൂരൽമല ദുരന്തമാണല്ലോ. അപ്പോൾ ദിവസങ്ങളോളം നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ്. അപ്പോൾ ഇതൊരു വളരെ റിസ്ക് പിടിച്ച ഒരു പരിപാടിയാണ്. അപ്പോൾ ആ റിസ്ക് നിങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? റിസ്ക് ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട്, 1 വർഷത്തെ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതിൽ മുങ്ങൽ പരിശീലനമുണ്ട്. ഇപ്പോഴാണെങ്കിൽ തൃശ്ശൂർ അക്കാദമിയിൽ വെച്ചിട്ട് കിണറിലിറങ്ങാനുള്ള പരിശീലനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. റോപ്പ് ക്ലൈമ്പിങ്, പിന്നെ സെൽഫ് റെസ്ക്യൂ, അതിനുള്ള പരിശീലനമൊക്കെ കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോ സ്പോട്ടിൽ ഇങ്ങനെ ചെല്ലുമ്പോഴും കൂടുതൽ എക്സ്പീരിയൻസ് ആയി വരികയാണ് ചെയ്യുന്നത്. ഈ പുത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ ആദ്യമേ രക്ഷാപ്രവർത്തനത്തിന് പോയി നിങ്ങൾ കുറേ 2-3 ദിവസത്തോളം അവിടെ നിന്ന് സേവനം അനുഷ്ഠിച്ചു. പിന്നീടൊരു മുണ്ടക്കൈ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ അന്നുണ്ടായിരുന്നോ? ഉരുളപ്പെട്ടാനുള്ള സാധ്യത എപ്പോഴും കാണുന്നുണ്ട്. കാരണം ഓരോ ഫയർഫോഴ്സുകാരൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു അപകട സാധ്യത ഉണ്ട്. അത് എങ്ങനെ തരണം ചെയ്യാം ഇങ്ങനെ ഉണ്ടായാൽ എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടാവും. കാരണം 24 മണിക്കൂറും അത് പ്രതീക്ഷിച്ചാണല്ലോ ഇരിക്കുന്നത്. ഓരോ ഫോൺ വിളികളും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പുത്തുമലത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? പുത്തുമല ഞങ്ങൾക്ക് ജീവനോടെ ആരും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം അത് രാത്രിയിലായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. അതിനുശേഷം പോയിട്ട് ബോഡി റിക്കവർ ചെയ്യാനൊക്കെ സാധിച്ചു, അത്രയുള്ളൂ. അത് പിന്നെ മിഷണറിയുടെ സഹായം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതലായിരുന്നു ദുരന്തത്തിൻ്റെ വ്യാപ്തി. അതുകൊണ്ട് ജീവനോടെ ആരും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. പിന്നീട് നമുക്ക് മുണ്ടക്കൈ ചൂരൽമലയിലേക്ക് വരുമ്പോഴത്തേക്കും കുറേയേറെ ദിവസങ്ങൾ ബോഡി ആണെങ്കിലും ബോഡി പാർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആളുകളെ തന്നെ രക്ഷപ്പെടുത്തുന്നതിനൊക്കെ കഴിഞ്ഞല്ലോ. ആദ്യം അവിടെ എത്തുന്ന ആ ഒരു മെസ്സേജ് എങ്ങനെയാണ് കിട്ടിയത്? ആദ്യത്തെ മെസ്സേജ് വന്നത് കൽപ്പറ്റ ഫയർ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അവിടുന്ന് ആളുകൾ പോകുന്ന വഴിക്ക് ഒരു മരം വീണ് അത് മുറിച്ച് മാറ്റിയിട്ടാണ് എത്താൻ സാധിച്ചത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, ഭയങ്കര ചളിയും പാറയും മണ്ണ് വെള്ളമൊക്കെ വന്നിട്ട് എവിടെ ചവിട്ടണം എവിടെ ചവിട്ടാതിരിക്കണം എന്നൊന്നും അറിയാത്തൊരു സിറ്റുവേഷനായിരുന്നു ഉള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ പാറ, കല്ല്, വെള്ളമെല്ലാം വന്നിട്ട് നമുക്ക് ഏതാണ് വഴിയെന്ന് അവിടെയുള്ള നാട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ രാത്രി സമയമായിരുന്നു. പിന്നെ 2 മണിക്ക് ശേഷമാണ് അവിടെ എത്തുന്നത്. അപ്പം പിന്നെ രണ്ടാമത്തെ പൊട്ടുണ്ടായിപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ കുറച്ച് പേരെ കാണാറായി, ആ നാട്ടിലുള്ളവരെ തന്നെ. അവരെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയൊരു പിന്നെ പൊട്ടലാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ആദ്യത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടത്തിയത്? കൂറ്റാക്കൂരി ഇരുട്ടും കറണ്ടും പോയായിരുന്നല്ലോ ആ സമയത്ത്. ആദ്യത്തെ രക്ഷാപ്രവർത്തനത്തിൽ കറണ്ട് പോയായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവസാനം പിന്നെ കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്. പിന്നെ ഒരു വീടിൻ്റെ മുകളിൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു, അവിടെ അടുത്ത് പരിസരത്തുള്ള ആളുകളെല്ലാം. അങ്ങനെ ഒരു കയർ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന സെബാസ്റ്റ്യൻ ജോസ് എന്ന് പറഞ്ഞ ഒരാൾ, ഒരു ഓഫീസർ എറിഞ്ഞു കൊടുക്കുക ചെയ്തത്. എറിഞ്ഞു കൊടുത്തിട്ട് അവിടെയുള്ള ഒരാളോട് പറഞ്ഞു ജസ്റ്റ് നിങ്ങളൊന്ന് കെട്ടാൻ പറഞ്ഞു. പിന്നെ അത് കെട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. ആ വീട്ടിൽ ഏകദേശം ഒരു 50 ആളുകളുണ്ടായിരുന്നു. അവരെയൊക്കെ കുറേ പേരെ രക്ഷപ്പെടുത്താൻ പറ്റി. ആ വീട്ടിലുള്ള എല്ലാവരെയും ഇക്കരെ എത്തിക്കാൻ പറ്റി. പക്ഷെ അതിന് പിന്നെ ആ സമയത്ത് ആർക്കൊക്കെ ദുരന്തം സംഭവിച്ചു, അപകടം സംഭവിച്ചു എന്നുള്ളതൊന്നും കൃത്യമായിട്ടൊരു പിന്നെ ഐഡിയ ഇല്ല. ഇതെന്താണ് സംഭവിച്ചതെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. നേരം വെളുത്തപ്പോഴത്തേക്കാണല്ലോ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടം. അപ്പോഴത്തേക്കും കുറേ ആളുകളൊക്കെ വന്നു. അപ്പോൾ ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ മറ്റ് ഫയർ സ്റ്റേഷനുകളിലേക്ക് വിവരം പോയോ? കൽപ്പറ്റ ഫയർ സ്റ്റേഷനിലാണ് ആദ്യം പോയത്. അപ്പം ഞാൻ അന്നേരമുള്ളത് മാനന്തവാടി ഫയർ സ്റ്റേഷനിലാണ്. അപ്പം അന്ന് ഞാൻ പിന്നെ ഓഫാണ്. അപ്പം 2 മണിക്ക് വിളിച്ചു പറഞ്ഞു എല്ലാ ജീവനക്കാരും സജ്ജരായി ഇരിക്കാൻ പറഞ്ഞിട്ട് കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി ഫയർ സ്റ്റേഷനിൽ അതുപോലെ കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ ഫയർ സ്റ്റേഷനും അന്നേരം തന്നെ ആളുകൾ പുറപ്പെട്ടു. അവധിയിലുള്ള എല്ലാവരും വന്നു. കേരളത്തിൻ്റെ മൊത്തം ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം മുതലുള്ള സ്ഥലങ്ങൾ, കാസർഗോഡ് വരെയുള്ള യൂണിറ്റുകളിൽ നിന്ന് ആളുകൾ എത്തിയിരുന്നു അല്ലേ? പിന്നീട് രക്ഷാപ്രവർത്തനത്തിന് തിരുവനന്തപുരം മുതലുള്ള ഏകദേശം എല്ലാ സ്റ്റേഷനും ആൾ വന്നിട്ടുണ്ട്. കേരളത്തിലുള്ള എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. ഈ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു രക്ഷാപ്രവർത്തനമായിരിക്കുമല്ലോ ഇത്? അതെ, കേരളത്തിലുണ്ടായതിൽ ഏറ്റവും വലുതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഞാൻ 27 വർഷത്തെ സർവീസിൻ്റെ ഇടയ്ക്ക് കണ്ടതിലും ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം ഇത് തന്നെയാണ്. പെട്ടിമുടിയിലൊക്കെ അപകടം ഉണ്ടായപ്പം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ ഇവിടെ വന്ന് കുറച്ച് പേരൊക്കെ കാണാൻ പറ്റിയായിരുന്നു. അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റിയോ? ഉപയോഗപ്പെടുത്താൻ പറ്റി. അതുമാത്രമല്ല ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ ആ റെസ്ക്യൂ വർക്കിലൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ ചെയ്തിരുന്നു. പക്ഷെ നമുക്കൊരു പരിധി, ഈ ദുരന്തത്തിൻ്റെ ആഘാതം വലുതായതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം രക്ഷാപ്രവർത്തനം ചെയ്യാൻ സാധിച്ചില്ലെന്നുള്ളതാണ്.
പിന്നീട് നമ്മൾ പോലീസിൻ്റെ തന്നെ കടാവർ ഡോഗ് അടക്കമുള്ള ആളുകളുടെ സഹായവും മറ്റ് ഏജൻസികളും ദേശീയ ദുരന്ത നിവാരണ സേന എല്ലാവരുടെയും ഒരു ഏകോപനം കൃത്യമായിട്ടുണ്ടായിരുന്നില്ലേ? ആ ഏകോപനം കൃത്യമായിട്ടുണ്ടായിരുന്നു. അത് റവന്യൂ വകുപ്പാണ്, ഫയർഫോഴ്സിനാണ് അതിൻ്റെ നേതൃത്വം നൽകിയത്. അപ്പോൾ അത് ഏകോപനം ഉണ്ടായിരുന്നു. അന്നത്തെ നമ്മളുടെ ഒരു മറക്കാനാവാത്തൊരു ഓർമ്മ എന്താണ് അവിടുന്ന്? മറക്കാനാകാത്ത എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഈ പിന്നെ കുട്ടികളുടെയൊക്കെ സ്കോളർഷിപ്പിൻ്റെ അല്ലെ ഇവരുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ചിന്നിച്ചെതറി കിടക്കുകയാണ്. പിന്നെ അതിൽ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെ വീട്ടിൽ അച്ഛനുണ്ടോ അമ്മയുണ്ടോ എന്നൊന്നും അറിയില്ല. അയൽവാസികൾക്ക് പിന്നെ തൊട്ടടുത്തുള്ള ആളുണ്ടോ എന്നറിയില്ല. ഇവരെവിടെ പോയാൽ കാണുമെന്നൊന്നും അറിയില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു ഭയങ്കര ഒരു വിഷമം പിടിച്ച അവസ്ഥയായിരുന്നു. നമ്മൾക്ക് അവരെന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ രക്ഷാപ്രവർത്തകരായ നമുക്ക് തന്നെ ഒരു പിന്നെ നെഞ്ചിൽ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര കനം കയറ്റി വെച്ച അനുഭവമായിരുന്നു. കാരണം അവരുടെ വിഷമം താങ്ങാൻ ആകുന്നതിലും അപ്പുറമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഫയർഫോഴ്സിലെ ആളുകൾക്ക് തന്നെ മാനസിക പിൻബലം നൽകാൻ വേണ്ടി മേലുദ്യോഗസ്ഥരെല്ലാം കഠിന പരിശ്രമം നടത്തുന്നുണ്ടായിരുന്നു. മേലുദ്യോഗസ്ഥന്മാരൊക്കെ പിന്നെ അവിടെ തന്നെ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരും ആവശ്യത്തിന് പിന്നെ സ്പോട്ടിലൊക്കെ വന്ന് വരുന്നുണ്ടായിരുന്നു. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അപ്പോൾ തന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ സേനയോടൊപ്പം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കിട്ടിയൊരു അവസരം കൂടിയായിരുന്നല്ലോ അത്? അതെ, NDRF-ആയിട്ടും പിന്നെ അതുപോലെ NDRF-ആണ് ഇവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. അവരുമായിട്ടും പിന്നെ അതുപോലെ തന്നെ മിലിറ്ററിയുടെ പല സെക്ഷൻസ് അവരൊക്കെ ആയിട്ട് പിന്നെ പ്രവർത്തിക്കാൻ ഉള്ള അവസരം ഉണ്ടായി. ഈ പുത്തുമലയുടെ പശ്ചാത്തലത്തിൽ നേരത്തെ ഒരു മുന്നൊരുക്കം, വീണ്ടും ഒരു ദുരന്തം, നിങ്ങൾ പറഞ്ഞ പോലെ ഓരോ ഫോൺ വരുമ്പോഴും ഒരു ദുരന്തം പ്രതീക്ഷിച്ചാണല്ലോ ഫോൺ എടുക്കുന്നത്. അപ്പോൾ അതിന് മുൻകരുതൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു? മുൻകരുതൽ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അന്ന് കൽപ്പറ്റ സ്റ്റേഷനിലുള്ളവർ പോയിട്ട് ആ പരിസരത്തുള്ളവരോട് ഒഴിവാകണം, മണ്ണിടിയാൻ സാധ്യതയുണ്ട്. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ മണ്ണിടിയാൻ സാധ്യതയുണ്ട്, മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ അതിൽ മാറുകയും ചെയ്തു. പക്ഷെ ആരും ഇത്രയും വലിയൊരു ദുരന്തം പ്രതീക്ഷിക്കുന്നില്ല, നാട്ടുകാർ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നീട് ഇപ്പം അടുത്തൊരു മഴക്കാലത്തിന് മുമ്പാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനിയും വയനാടിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഭൂമിശാസ്ത്രപരമായ ആ പ്രത്യേകതകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മണ്ണിടിച്ചിലിനും പല ദുരന്തങ്ങൾക്കും സാധ്യതയുള്ളൊരു ജില്ലയാണ്, വളരെ സെൻസിറ്റീവായൊരു പ്രദേശം. അപ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പം ഫയർഫോഴ്സ് നടത്തുന്നത്? നമ്മൾ ആദ്യം തന്നെ ദുരന്ത നിവാരണ സേന അല്ലെങ്കിൽ ഇത്തരം ഏജൻസികൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഏത് ദുരന്തവും എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഇനി ഇവിടെ ദുരന്തം സംഭവിക്കില്ല അല്ലെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്നൊന്നും നമ്മളെ ചെറുപ്പം തൊട്ടേ ചിലപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ നമ്മളത് വിചാരിച്ച് അങ്ങനെ ഇരിക്കരുത്. ഏത് ഏജൻസിയാണോ പറയുന്നത്, പ്രത്യേകിച്ചും സർക്കാരിൻ്റെ പിന്നെ ദുരന്ത നിവാരണ സമിതി അല്ലെ ഫയർഫോഴ്സ്, പോലീസ് അല്ലെ അങ്ങനെയുള്ള ഏജൻസികൾ പറയുന്നത് പിന്നെ മുൻകരുതലായി എടുത്തിട്ട് പ്രത്യേകം നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാനുള്ള മാർഗ്ഗം നമ്മൾ തന്നെ നോക്കണം. ഇപ്പോൾ ഇതുപോലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പോലെ തന്നെ പ്രശ്നമാണല്ലോ വയനാട് ജില്ലയിൽ. ഇപ്പോൾ കാരാപ്പുഴ ഒരു ഡാം, ബാണാസുര സാഗർ ഡാം, നിങ്ങൾ ഡാമിലൊക്കെ ഇറങ്ങി ഒട്ടേറെ പേരെ രക്ഷപ്പെടുത്തുകയും മരിച്ചവരുടെ മൃതദേഹം കണ്ടെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻകരുതലും ഒരു ബോധവൽക്കരണം അതിലാവശ്യമല്ലേ? അതെ, ഞങ്ങൾ പിന്നെ സാധാരണ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പോൾ മുങ്ങിമരണം പിന്നെ കൂടുതലാണ്. അതും 15 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളാണ് മുങ്ങി മരിക്കുന്നതിൽ കൂടുതൽ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ടൂർ പോകുമ്പോൾ അവരെന്ത് ചെയ്യും, പരിചയമില്ലാത്ത ജലാശയങ്ങൾ ഇറങ്ങും, പുഴയിലോ കുളത്തിലോ അല്ലെങ്കിൽ പിന്നെ തോട്ടിലൊക്കെ ഇറങ്ങും. അപ്പം പിന്നെ ചിലപ്പോൾ അതിൽ ഒരാൾക്ക് നീന്തൽ അറിയായിരിക്കും, അല്ലെങ്കിൽ 2 പേർക്ക് നീന്തൽ അറിയായിരിക്കും. പക്ഷേ നീന്തൽ അറിയുന്നവർ കുളിക്കാനൊക്കെ ചാടുന്ന കണ്ടിട്ട് ആളുകളൊക്കെ ഇങ്ങനെ എടുത്ത് ചാടും. അപ്പം നീന്തൽ അറിയാത്തതുകൊണ്ടല്ല, പലരും നീന്തൽ അറിയുന്നവരാണെങ്കിൽ പോലും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ചുഴി ഉണ്ടാകാം, അല്ലെങ്കിൽ പാറ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റ് പിന്നെ ഏതെങ്കിലും മുള്ള് അങ്ങനെ എല്ലാം കൊളുത്തി ചളി ഉണ്ടാകാം. അങ്ങനെയൊക്കെ കൊളുത്തിയിട്ട് അപകടം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം പിന്നെ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളോട് അല്ല ടൂർ പോകുന്ന സംഘത്തിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പരിചയമില്ലാത്ത ഒരു ജലാശയത്തിൽ ഒരു കാരണവശാലും ഇറങ്ങരുത്. അപ്പോൾ നമുക്ക് ബാണാസുരയിൽ അന്ന് സംഭവിച്ചത് എന്തായിരുന്നു? 5-6 പേര് മരിച്ച ഒരു സംഭവം. ബാണാസുര സാഗറിൽ 6 പേരും മരിച്ചത്. അവർ പിന്നെ കൊട്ടത്തോണി 2 എണ്ണം കൂട്ടി കെട്ടിയിട്ട് പിന്നെ മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ്. അത് എങ്ങനെയോ കാറ്റ് കൊണ്ടാണോ അതെയോ ഇവരുടെ ബാലൻസ് തെറ്റിയിട്ടാണോ എന്നറിയില്ല, കൊട്ടത്തോണി ഒരെണ്ണം മറിയും. അപ്പം ബാക്കിയുള്ളവർ വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ബാലൻസ് തെറ്റിയിട്ട് അങ്ങനെ മറിഞ്ഞ് പിന്നെ 6 പേരും വെള്ളത്തിനടിയിൽ. അവർ ശരിക്കും നീന്തൽ അറിയുന്നവരല്ലായിരുന്നോ? നീന്തൽ അറിയുന്നവരാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു രക്ഷാപ്രവർത്തനം നിങ്ങളുടെ നേതൃത്വം നടക്കുന്ന ഈ കിണറിലെ അപകടങ്ങളാണ്. ഇപ്പം അടുത്ത കാലത്തായിട്ട് സ്ഥിരം കേൾക്കുകയാണ്, പശു കിണറ്റിൽ ചാടുന്നു, ആള് കിണറ്റിൽ വീഴുന്നു, ഇങ്ങനെയുള്ളവർ. അതിൻ്റെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ്? അതിൽ ആദ്യമൊക്കെ കയർ ഉപയോഗിച്ച് ചേർന്നോട്ട് കെട്ടിയിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. കരയിലുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ബോഡി ഹാർനസ് ഇങ്ങനെ ബെൽറ്റ് പോലുള്ള നമ്മൾ തൂക്കി ഇറക്കാനുള്ള ഇതുണ്ട്. കയറിൽ തന്നെയാണ് ഇറക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടി സേഫാണ്. പ്രത്യേകിച്ച് ഈ കിണർ പണിക്കാരെയൊക്കെ ഒരുപാട്, അതായത് ഞങ്ങളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ കിണർ പണിക്കാർ. പക്ഷേ അവരെന്താണെന്ന് വെച്ചാൽ കിണറിലുള്ള ചളി വെള്ളമൊക്കെ കോരി കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ഇങ്ങനെ വഴുവഴുപ്പുണ്ടാകും, ചളിയും ഒക്കെ കുഴഞ്ഞിട്ട്. അപ്പോൾ അവരിങ്ങനെ ഈ കയർ പിടിച്ച് കയറി വരുമ്പം പിന്നെ മുകളിലെത്തുമ്പോഴത്തേക്കും വീണ് പോകും. അപ്പം അങ്ങനെയുള്ള പിന്നെ
ഉദാഹരണത്തിന് നീർവാരത്ത് തന്നെ ഒരു 65 അടി ആഴ്ചയുള്ള ഒരു കിണർ ഇറങ്ങിയിട്ട് പിന്നെ 3 പേരെ ഞാൻ തന്നെ രക്ഷപ്പെടുത്തിയ. ഞാൻ അവിടെ ഇറങ്ങി എന്നിട്ട് ഇവരെ 3 പേരെ ഓരോരുത്തരെ കയറ്റി വിട്ട് അവസാനമാണ് കയറിയത്. പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഞങ്ങളെക്കാളും ഒരുപാട് എക്സ്പെർട്ടാണ് അവർ കിണറിൽ ഇറങ്ങാനൊക്കെ. പക്ഷേ അവർ ഈ ചെറിയ ഇത് ശ്രദ്ധിക്കുന്നില്ല. അവർ ഈ വഴുവഴുക്കലുണ്ടാകും, അവർക്ക് ഈ ബോഡി പിടുത്തു പോവാണ്, കൈ ഇങ്ങനെ വഴുതി പോവാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ പിന്നെ പശു പിന്നെ അങ്ങനെ ആൾക്കാലികൾ ആടുകളൊക്കെ കിണറിൽ വീഴുമ്പോൾ ഞങ്ങളെ വിളിക്കാറുണ്ട്. കാരണം മനുഷ്യൻ്റെ ആയാലും മൃഗങ്ങളുടെ ഒക്കെ ആയാലും ജീവൻ രക്ഷാ പ്രവർത്തനം ഫയർഫോഴ്സിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളും പോയി സഹകരിക്കാറുണ്ട്. പണ്ട് ഫയർഫോഴ്സും ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ആണല്ലോ. അതെ, എന്താ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് പണ്ട് ഫയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം 1969 മുൻപ് അത് പോലീസിൻ്റെ ഭാഗമായിരുന്നു. അപ്പം തീ മാത്രം കെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ എന്ത് ആവശ്യം വന്നാലും പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കുന്ന ഒരു സ്ഥിതിയായി. തീപിടുത്തമുണ്ടായാൽ അല്ല ഗ്യാസ് സിലിണ്ടർ ലീക്കായാൽ പിന്നെ ഏതാവശ്യത്തിനും പിന്നെ കടന്നൽ കൂടുണ്ടെങ്കിലും ഇനിയൊരു പാമ്പ് വന്നാലും എന്താവശ്യത്തിനും ഞങ്ങളെ വിളിക്കും. കാരണം എല്ലാവരുടെയും ഒരു രക്ഷകരാണ് ഫയർഫോഴ്സ് എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാറ്റഗറൈസ് ധരിച്ച് ആൾക്കാരുണ്ടോ നിങ്ങളുടെ സേനയിൽ? ഉണ്ട്. ഞങ്ങളത് FRO ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അത് മെന്നും വുമണുമുണ്ട്. അതിനുശേഷം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറുണ്ട്, പിന്നെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുണ്ട്, പിന്നെ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസറുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ കിണറിലിറങ്ങാൻ വിദഗ്ധരായ ഒരു ടീം, ജലാശയങ്ങളിൽ ഇറങ്ങാൻ വിദഗ്ധരായ ഒരു ടീം, ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായാൽ അവിടെ അങ്ങനെ വൈദഗ്ധ്യമുള്ളവർ ഇല്ല. അങ്ങനെ ഇപ്പം പിന്നെ വെള്ളത്തിൽ മുങ്ങുന്ന സ്കൂബ ഡൈവിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുത്തൊരു ടീം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ കോമൺ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് കിണറിലിറങ്ങാൻ ഒരു പ്രത്യേക കഴിവുണ്ടാവും, ചിലർക്ക് വെള്ളത്തിലിറങ്ങാനായിരിക്കും. അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ അതിന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടില്ല. ഈ വെള്ളത്തിലിറങ്ങുന്നവർക്ക് മാത്രം പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ടുള്ളൂ. എനിക്ക് ഓർമ്മ വരുന്നത് കൽപ്പറ്റയിൽ ഒരു പ്രമുഖ വ്യാപാര സ്ഥാപനത്തിന് തീ പിടിച്ച് നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് അവിടെ വരികയും നമ്മളത് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് പരിക്കേൽക്കുന്നത്. അതെങ്ങനെയായിരുന്നു? ആ പരിക്കേൽക്കാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു? അത് ഏകദേശം 7:00 കൂടിയിട്ട് പിന്നെ ഇങ്ങനെ ഫോൺ കോൾ വന്ന്. അപ്പോൾ സിന്ദൂറാണ് പിന്നെ ഞാൻ അന്നേരം കൽപ്പറ്റ ഫയർ സ്റ്റേഷനാണ്. ആ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 1-2 കിലോമീറ്റർ താഴെയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്തണം. കാരണം സിന്ദൂർ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ പിന്നെ തീ പിടിക്കാതിരിക്കാനുള്ള സംവിധാനം ചെയ്ത ഒരു കടയാണ്. അപ്പോൾ അത് അതിന് തീ പിടിച്ചെന്ന് പറയുമ്പോഴത്തേക്കും എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള തോന്നലുണ്ടായി. അപ്പോൾ ഉടനെ തന്നെ ആദ്യത്തെ വണ്ടിയിൽ തന്നെ കയറിപ്പോയി. അപ്പോൾ തന്നെ പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ എന്ത് ചെയ്തു, മൊബൈൽ ഫോൺ കയ്യിലുണ്ടായിരുന്നു. വേഗം വിളിച്ചു പറഞ്ഞു അടുത്ത കോഴിക്കോട് സ്റ്റേഷനിലേക്ക്, തൊട്ടടുത്ത സ്റ്റേഷനുകളിലേക്കും കോഴിക്കോടൊക്കെ വിളിച്ചു പറയാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ബോർഡ് കത്തി ഞങ്ങൾ തലയിലേക്ക് വീഴാനാണ് തുടങ്ങിയത്. അവിടെ നിന്ന് ഓടി മാറി ഒരു 1.5 മണിക്കൂർ സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് അതിൻ്റെ ഗ്ലാസ് പിന്നെ 5ാം നിലയിൽ നിന്ന് പൊട്ടി കൈകൾ വീണിട്ട് പരിക്ക് പറ്റുകയാണ് ചെയ്തത്. ഞാനുമുണ്ട്, എൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു PM അനിൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ ഓഫീസർക്കും അന്ന് പരിക്ക് പറ്റിയതാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഈ മുൻകരുതൽ, ഇപ്പോൾ ഈ ബിൽഡിംഗ് ആണെങ്കിൽ അതിന് സാധാരണ ഒരു കെട്ടിടം പണിത് കഴിഞ്ഞ് ആ കെട്ടിടത്തിൻ്റെ നമ്പർ കിട്ടുന്നതിന് മുമ്പ് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നാണല്ലോ പറയുന്നത്. എന്തൊക്കെ മാനദണ്ഡങ്ങൾ അതിന്? അത് ഓരോ ബിൽഡിങ്ങിൻ്റെ കാറ്റഗറി അനുസരിച്ച്, ഇപ്പോൾ സ്കൂളിനുള്ളത് വേറെ, തുണിക്കറിക്കുള്ളത് വേറെ, പിന്നെ ഹോട്ടലിനുള്ളത് വേറെ, അങ്ങനെ അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് അതിൻ്റെ മാനദണ്ഡം അനുസരിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ NOC കൊടുക്കുന്നത്, ഫയർ NOC കൊടുക്കുന്നത്. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഇങ്ങനെ ഫയർഫോഴ്സിലേക്ക് വരുമെന്ന് വിചാരിച്ചായിരുന്നോ? ഫയർഫോഴ്സിലേക്ക് വരും എന്നുള്ളത് വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ NCCയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോഴ്സിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സിൽ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് വന്ന ഫയർഫോഴ്സിലും KSCBയിലുമാണ്. അപ്പം ഫയർഫോഴ്സ് ആദ്യം വിളിച്ചുകൊണ്ട് അതിൽ വന്നു. ഇപ്പോൾ നമ്മുടെ 27 വർഷത്തെ സേവനത്തിനിടയ്ക്ക് എന്താണ് മെമ്മറബിളായിട്ടുള്ളൊരു? ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പം അത് ഏകദേശം എല്ലാം തന്നെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ്. കാരണം പിന്നെ ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ദയനീയ സ്ഥിതിയിൽ കിടക്കുന്ന ഒരാൾ നമ്മളെ വിളിച്ചൊരു സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ അത് ചിലപ്പം സർക്കാരിൻ്റെ നിബന്ധന അനുസരിച്ച് നമ്മൾ പോകേണ്ടതായിരിക്കില്ല. പക്ഷേ അയാളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ പോവുക. ചിലപ്പോൾ ഒരു ആംബുലൻസിനായിരിക്കും വിളിക്കുന്നത്, അല്ല ചിലപ്പം അയാൾ എന്തെങ്കിലും ഒരു സഹായത്തിനായിരിക്കും, അയാളൊന്ന് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിരിക്കും. അങ്ങനെയുള്ള ഇതിൽ പിന്നെ ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പിന്നെ മനസ്സിലുള്ള ആ മുഖം കാണുമ്പോൾ ഒരു ഭയങ്കര സംതൃപ്തി തന്നെയാണ്. ഇപ്പം സഹപ്രവർത്തകർ ബാക്കി ആളുകളൊക്കെ സേനയിലെ ബലമൊക്കെ എങ്ങനെയാണ് ഇപ്പം അംഗസംഖ്യയൊക്കെ? ഇപ്പം ഏകദേശം പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായാലും ഡ്രൈവർമാരായാലും ഒക്കെ ഉണ്ട്. പിന്നെ ഏകദേശം ഇതുണ്ട്. എന്നാലും കുറച്ച് ഇത് റിട്ടയർ ആകുന്ന അനുസരിച്ചൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വയനാട് ജില്ലയിൽ ഇപ്പം 3 സ്റ്റേഷൻ കൂടി നിലവിൽ വരാൻ പോകുന്നുണ്ട്. ഇപ്പം വയനാട് ജില്ലയിലുള്ള ആളുകളൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഈ 3 സ്റ്റേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ
കുറച്ചും കൂടി അതെവിടേക്ക് ഒന്ന് തൊണ്ടർനാടാണ്, ഒന്ന് വിളമ്പണ്ടത്താണ്, പിന്നെ ഒന്ന് വൈത്തിരിയാണ്. വൈത്തിരി സ്ഥലം ശരിയായില്ല. പിന്നെ ഇനി അത്യാവശ്യമായിട്ട് വേണ്ട ഒന്ന് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ പുൽപ്പള്ളിയിലാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം സംഭവിച്ചാൽ ഒന്നിൽ മാനന്തവാടിയിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഓടിയെത്താനുള്ള ഒരു താമസമുണ്ട്. അപ്പം അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. തീപിടുത്തമൊക്കെ ഉണ്ടായാൽ അതൊരു ഭയങ്കര അത്യാഹിതമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ചുരം നമുക്ക് എപ്പോഴും പ്രശ്നമായ ഒരു ഭീഷണിയായ ഒരു സ്ഥലമാണല്ലോ, എപ്പോഴും ഓടിച്ചെല്ലേണ്ട ഒരു സ്ഥലം. അവിടെ താമരശ്ശേരിക്കാണ് ഉത്തരവാദിത്വം കൂടുതലെന്ന് തോന്നുന്നു അല്ലേ? അല്ല, പിന്നെ നമുക്ക് കൽപ്പറ്റയിൽ നിന്ന് ആണ് ആദ്യം എത്താൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് പോകും, അല്ലെങ്കിൽ പിന്നെ മുക്കത്തുനിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഏകദേശം ചുരത്തിൻ്റെ പിന്നെ പകുതിയിലധികം വളവുകളുണ്ടെങ്കിലും കൽപ്പറ്റയിൽ നിന്നാണ് കോൾ പോകുന്നത്. ഇപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് ആളുകൾ ജോലി അന്വേഷിക്കുന്ന ഒരു ടൈമും കൂടെയാണ്. അതെ. അപ്പോൾ കരിയർ ഗൈഡൻസിൻ്റെ കുറേ സെമിനാറുകളും പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഈ ഫയർഫോഴ്സിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു യുവതികൾക്ക്, ഇപ്പോൾ യുവതികൾക്കും വന്നല്ലോ, നേരത്തെ ലേഡീസ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ലേഡീസും കൂടെ വന്നു. എങ്ങനെയാണ് ഇതിൻ്റെ അനുപാതം? എങ്ങനെയാണ് ലേഡീസിന് ഇപ്പം 100 പോസ്റ്റ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ 100 പേര്, അതിലേകദേശം 90 ആളുടെ അടുത്തടുത്ത് ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇപ്പം 100 പോസ്റ്റാണുള്ളത്. ഇനി പിന്നെ അതിന് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ +2 ആണ്, നീന്തൽ അറിഞ്ഞിരിക്കണം, പിന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം, അഭികാമ്യം, അങ്ങനെയാണ് അതിൻ്റെ യോഗ്യത. എങ്കിലും അവരൊരു മുന്നൊരുക്കം എന്താണ്, പ്രിപ്പറേഷൻ എന്താണ് നടക്കേണ്ടത്? നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഇപ്പം പിന്നെ ഓടാൻ അറിയണം, ചാടണം. അതുപോലെ പിന്നെ നമ്മൾ ഫിസിക്കലി കുറച്ച് ഫിറ്റ് ആയിരിക്കണം. കാരണം നമുക്ക് ചിലപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ തീ പിടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നമുക്ക് അവിടെ ഓടി പെട്ടെന്ന് പോയി കെടുത്താൻ പറ്റും. നമ്മളൊരു മിനിറ്റ് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് അടിച്ചെടുത്താനൊക്കെ സാധിക്കും. പക്ഷെ നമ്മൾ പിന്നെ വളരെ പതുക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ 1 മിനിറ്റ് കൊണ്ടായിരിക്കും ചിലപ്പോൾ തീ ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നത്. അപ്പം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതിൻ്റെ ട്രെയിനിങ് ഉണ്ട്, PT പരേഡൊക്കെ ഉണ്ട് ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്. ഇപ്പം ഫോറസ്റ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ കാട്ടുതീ കുറച്ച് കുറവുള്ളൊരു സമയമായിരുന്നു. ഒരാശ്വാസമായോ നിങ്ങൾക്ക്? മഴ പെയ്തുകൊണ്ട് കുറച്ച് കാട്ടുതീ കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ ജനങ്ങൾ പിന്നെ കരിയിലൊക്കെ കത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും കത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉച്ച സമയത്ത് കത്തിക്കും. പക്ഷെ അതൊക്കെ ഭയങ്കര അപകടം പിന്നെ വരുത്തി വെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അഥവാ കത്തിക്കുകയൊക്കെ ആണെങ്കിൽ മുൻകരുതലെടുക്കണം. കുറച്ച് ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ മോട്ടറിൻ്റെ ഓസ് വലിച്ചിടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുൻകരുതൽ ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം ഈ നമ്മളെ സംബന്ധിച്ച് ചലഞ്ച് എന്താ ശരിക്കും? വെല്ലുവിളി എന്താണ് ഈ മേഖലയിൽ? ഈ മേഖലയിൽ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പിന്നെ ജനങ്ങളെ പുരോഗതി, അല്ലെ ടൗൺഷിപ്പും തിരക്കൊക്കെ കൂടുന്നതനുസരിച്ചും അപകട സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അപകടം പറ്റാതെ നോക്കുക. ഉദാഹരണം പറഞ്ഞ ഒരു ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ എന്തായാലും ഹെൽമെറ്റ് വെക്കുക. ഒരു 10 മീറ്റർ പോകുന്നുണ്ടെങ്കിലും ഹെൽമെറ്റ് വെക്കുക. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അപകടം വരുന്നത്, ഒരിക്കലും പ്രതീക്ഷിക്കുന്ന സമയത്ത് അപകടം വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി നോക്കുക. ഇപ്പം കുളിക്കാനുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് പരിചയമുള്ള സ്ഥലത്ത് മാത്രം ഇടുക, പിന്നെ അറിയാത്ത സ്ഥലത്ത് ഇറങ്ങാതിരിക്കുക. ബൈക്കാണ് ഓടിക്കുന്നതെങ്കിൽ ഹെൽമെറ്റ് വെക്കുക. അതുപോലെ കാറാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുക. അങ്ങനെ നമ്മളെ ഭാഗം സുരക്ഷിതമായിട്ട് കൊണ്ടുപോകും. അടുത്തിടെയായിട്ട് വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നത് വല്ലാതെ കൂടിയിട്ടുണ്ടല്ലോ, എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? എന്താണ്? വാഹനങ്ങൾ അത് ശാസ്ത്രീയമായിട്ട് ഇപ്പോഴും അതിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ വയറിങ്ങിൻ്റെ ഡാമേജ് കൊണ്ടുണ്ടാകാം, ചൂട് കൊണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതെന്താണെന്നുള്ളത് ഇപ്പോൾ കമ്പനി അല്ലെ ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ടൊരു ഉത്തരം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. എന്തായാലും പിന്നെ വാഹനങ്ങൾക്ക് തീ പിടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് പെട്രോളും ഇന്ധനമൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കത്താനുള്ള സാധ്യതയുണ്ട്. അവരിപ്പം മുൻകരുതൽ ഈ വയറിംഗ് ഒക്കെ ചെക്ക് ചെയ്യലും അതൊക്കെയാണോ മുൻകരുതലായിട്ട് എടുക്കുന്നത്? വയറിങ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ വണ്ടിയൊക്കെ ചില വണ്ടികൾ അവർ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. പിന്നെ ബാറ്ററിയൊക്കെ സേഫാണ്, അത് കമ്പനിയുടെ ഭാഗത്തുള്ള ഇതാണ്. അതിന് ശാസ്ത്രീയമായിട്ടൊരു പഠനം നടത്തിയാൽ മാത്രമേ അവരെ റിപ്പോർട്ട് വന്നാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് പൊതുജനങ്ങളോട് എന്താ പറയാനുള്ളത്? പൊതുജനങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളെപ്പോഴും അപകടം വരാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോ പ്രവർത്തനം, അത് ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ബൈക്ക് ഓടിക്കുമ്പോഴായാലും കാർ ഓടിക്കുമ്പോഴായാലും ഒക്കെ അതിനോരോ പിന്നെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്, അത് പാലിക്കുക. അപകട സാധ്യത എപ്പോഴും അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ മഴക്കാലത്തൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകാം. അതുപോലെ നമുക്ക് പിന്നെ മരങ്ങൾ പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ കാലാകാലങ്ങളിൽ ഈ ദുരന്ത നിവാരണ സേനയും സർക്കാർ ഏജൻസികളൊക്കെ പറയുന്ന കാര്യങ്ങൾ പിന്നെ അക്ഷരം പ്രതി പാലിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സർവീസിൽ നമ്മൾ കയറിയ സമയത്തൊക്കെ ഉള്ള ഒരു മുൻകരുതൽ ഒക്കെ മുന്നറിയിപ്പുകളും കുറവായിരുന്നു. ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് അടുത്ത മണിക്കൂറിൽ, അടുത്ത 3 മണിക്കൂർ, അടുത്ത ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട്. അത് ശരിക്കും ഒരു ഗുണകരമല്ലേ? അത് ഗുണകരമാണ്. അത് എല്ലാവർക്കും അതിൽ പിന്നെ മൊബൈലായാലും ന്യൂസിലായാലും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു ഗുണകരം തന്നെയാണ്.
ഇപ്പം സർവീസിൽ നിന്ന് വിരമിക്കാൻ പോവുകയാണ്. എന്താണ് ആ സമയത്ത് നമുക്ക് പറയാനുള്ളത്? വിരമിക്കുന്നത് എന്തായാലും ഇത്തരം ഞാൻ 1999 സർവീസ് കയറുമ്പം ഇതിനേക്കാളും കൂടുതൽ ഒരുപാട് വികസനം നടന്നിട്ടുണ്ട് ഈ ഇതിൽ. പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കപ്പെട്ട്, അതായത് പിന്നെ 2002 ഞാൻ പടിഞ്ഞാറ് ബാണാസുര സാഗർ ഡാം സൈറ്റിൽ മുങ്ങിയിട്ടുണ്ട് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി, ഒരാളുടെ ബോഡി അറിഞ്ഞിട്ട്. അന്നേരം പിന്നെ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ എന്നെ ഒരാൾ പിടിച്ചു കയറ്റിയത് എനിക്ക് ശ്വാസം മുട്ടിയിട്ട്. അതിനുശേഷം ഒരുപാട് ട്രെയിനിങ്ങൊക്കെ നമ്മളെ സേനയ്ക്ക് കിട്ടി, എക്യുപ്മെൻറ്റ്സൊക്കെ വന്ന്. അതേസമയം ബീച്ചനഹള്ളി ഡാമിൽ കഴിഞ്ഞ മാസം ഒരു കർണാടകയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പോയിട്ട് പിന്നെ ഇവിടുന്ന് മാനന്തവാടിയിൽ നിന്നാണ് പോയത്. അപ്പം എന്താണെന്ന് വെച്ചാൽ അവരെക്കാളും അത്രയധികമായിട്ട്, അതായത് 25 വർഷം കൊണ്ട് അത്രയധികം സേന മാറിയിട്ടുണ്ടെന്നാണ്. കർണാടക ഫോറസ്റ്റ് ഓഫീസറെ പോയിട്ട് ഞങ്ങൾ അന്ന് തിരഞ്ഞ് അരമണിക്കൂർ തിരഞ്ഞിട്ട് പിറ്റേ ദിവസം വരാം എന്നുള്ള ഇതിൽ കണ്ടീഷനിൽ പോകുന്നതാണ്. അന്നേരത്തേക്കും രാത്രി ബോഡി പോകുന്നത്. അതായത് അവർ പോലും കർണാടക അടുത്തുള്ള ഒരു സ്റ്റേറ്റ് പോലും നമ്മളെ വിളിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഇത്. അതായത് പലർക്കും ഉള്ളൊരു സംശയം, ചില പ്രൈവറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ വരും, ഫയർഫോഴ്സിനെ വിളിക്കേണ്ട ഒരു അവസ്ഥ. അങ്ങനെ വരുമ്പോൾ അതിനെന്തെങ്കിലും പേയ്മെൻ്റ് ഉണ്ടോ? എല്ലാ സേവനവും സൗജന്യമാണോ? എല്ലാ സേവനവും സൗജന്യം. എല്ലാ പ്രൈവറ്റായിട്ടുള്ള പിന്നെ വിവാഹത്തിന് സ്റ്റാൻഡ് ബൈ കിടക്കൽ, അല്ല സിനിമ ഷൂട്ടിംഗ് പോലുള്ളതിന് പേയ്മെൻറ്റാണ്. ബാക്കിയുള്ള സർവീസ് എല്ലാം, അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തും രക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ നയമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് തീപിടുത്തം, പിന്നെ അങ്ങനെയുള്ള കിണർ അപകടങ്ങൾ, പിന്നെ മൃഗങ്ങളെ രക്ഷിക്കൽ, ഇതൊക്കെ സൗജന്യമായിട്ട് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് കുറേ പേരുടെ ഡ്രോൺ ധാരാളം വന്നതിന് ശേഷം മരത്തിന് മുകളിൽ ഡ്രോൺ കൊടുക്കുന്ന പരിപാടി, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പൈസ എന്തെങ്കിലും? ഇല്ല, പൈസ ഈടാക്കാറില്ല. എല്ലാം മിക്ക സേവനവും സൗജന്യമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാഹനത്തിന് തീപിടിക്കുന്നത് പോലെ തന്നെ വലിയൊരു വിഷയമാണ് ഈ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ച് അപകടം ഉണ്ടാകുന്നു എന്നുള്ളത്. നമ്മളിപ്പോൾ പല മേളയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങളെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് അതിനുള്ള ട്രെയിനിങ് ഒക്കെ ചാക്ക് നനച്ചിടുക, കമ്പിളി നനച്ചിടുക എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നതാണ്. അത് എന്താണ് അതിൻ്റെ ഒരു മുൻകരുതൽ? അതായത് ഒന്നാമത് ജനങ്ങൾ പിന്നെ ഗ്യാസിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ പിന്നെ ഭയങ്കര പരിഭ്രാന്തരാകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഒരു ട്രെയിനിങ് പോലെ ക്ലാസ് NSS അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ പഞ്ചായത്തിലൊക്കെ പോയിട്ട് ഇത് കാണിച്ചു കൊടുക്കുകയാണ് കത്തിച്ചിട്ട്. ഇത് നമ്മൾ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇത് പിന്നെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ പേടിക്കേണ്ട ഒന്നുമില്ല എന്നുള്ളത്. അതായത് അതിനൊരു റബ്ബറിൻ്റെ വാഷറുണ്ട്. അത് ചിലപ്പം വികസിച്ച് കഴിഞ്ഞാൽ അതിൽ കൂടി പിന്നെ ഗ്യാസ് ലീക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് സ്മെല്ലടിക്കാം. ആ സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഓടിപ്പോകുമൊന്നും വേണ്ട. ഒരു ചെറിയ തീയൊക്കെ ആണെങ്കിൽ അതിൻ്റെ റെഗുലേറ്ററിന് അപ്പുറത്താണ് തീ കത്തുന്നതെങ്കിൽ അത് തിരിച്ചാൽ നമുക്ക് ഓഫാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പിന്നെ ചാക്ക് നനച്ചിട്ടാലും അത് കെടുത്താം. പിന്നെ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് കമത്തിയാൽ കെടുത്തുക എന്നുള്ളത് ഞങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ ഗ്യാസിൽ നിന്നുള്ള ഒരു പേടി മാറും. അതുപോലെ തന്നെ പണ്ടൊരു ഗ്യാസ് ലീക്കായ ഉടനെ വിളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം കുറേ ആളുകൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പം അത് വളരെ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഞങ്ങൾ ഈ ട്രെയിനിങ്ങും ക്ലാസ്സൊക്കെ കൊടുക്കുന്നതിലൂടെ കുറേ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യും. ഈ സെൽഫ് ഡിഫെൻസ് സേന നിങ്ങളുടെ കൂടെയാണോ? സിവിൽ ഡിഫെൻസ് ഉണ്ട്. അവർക്ക് ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പം മുൻപത്തെക്കാളും ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്. അതെ, വയനാട് ജില്ലയിൽ തന്നെ 300 പേര് CDVയിലുണ്ട്, സിവിൽ ഡിഫെൻസ് സർവീസിൽ. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അദ്ദേഹത്തിന് 27 വർഷത്തെ സേവനത്തിനിടയ്ക്ക് കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കൊരു സമയപരിധിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഏതായാലും ഇവരെ പോലുള്ള ആളുകൾ നാടിന് നൽകുന്ന ഒരു സേവനം വിലമതിക്കാനാവാത്തതാണ്. അതിപ്പോൾ ഉരുൾ ദുരന്തം ഉണ്ടായാലും, മണ്ണിടിച്ചിലായാലും, വാഹനത്തിന് തീപിടിച്ചാലായാലും, അല്ലെങ്കിൽ ഒരു റോഡിൽ മരം വീണ് കഴിഞ്ഞാലും നമ്മൾ ആദ്യം വിളിക്കുക ഫയർഫോഴ്സിനെയാണ്. അപ്പോൾ ഇവരെ പോലുള്ള ആളുകളുടെ രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഉള്ളൊരു ഒരു വലിയൊരു സേവനമാണ് നമ്മുടെയൊക്കെ നാടിൻ്റെ വികസനത്തിലൊരു വലിയ മുതൽക്കൂട്ടാവുന്നത്. ഇനിയും കൂടുതൽ ആ സേവന മേഖലയിൽ വിരമിച്ച ശേഷവും ആ സേവന മേഖലയിലൊക്കെ നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും ഈ സേവനകാലത്തൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുണ്ടക്കൈ ചുരൽമല രക്ഷാപ്രവർത്തനം, പുത്തുമല രക്ഷാപ്രവർത്തനത്തിനൊക്കെ വയനാടൻ ജനതയുടെ പേരിൽ നിങ്ങൾക്കും നിങ്ങളുടെ സേനാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കൊക്കെ നന്ദി കൂടി പറയുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.